എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ്. അത് ഞാൻ പാടെ നശിപ്പിക്കാൻ പോവാം കേട്ടോ. ഉണ്ടോ, അതെന്താണെന്ന് വെച്ചത് കണ്ടോ, ഈ നിൽക്കണ കണ്ടോ, ഇതെല്ലാം നമ്മുടെ തോട്ടത്തിലെ പയറും ബീൻസും എല്ലാം ഇങ്ങനെ പഴുത്ത് വരും. കണ്ടോ, ഇത് കണ്ടോ, ഇത് ഒത്തിരി നാളൊന്നും ആയില്ല കേട്ടോ. ഇതാ ഇവിടെയൊക്കെ അതെ, ഇതാ ഇതാ ഇതിലെ ബീൻസൊക്കെ നോക്കിക്കേ. ഞാൻ അപ്പുറ സൈഡിലും ഇതുപോലെ തന്നെ ഇത് നട്ടപ്പോൾ അപ്പുറ സൈഡിലും ബീൻസും പയറും നട്ടു. പക്ഷെ അതിനൊരു കുഴപ്പമില്ല. ഇത് കായ്ച്ചു തുടങ്ങിയപ്പോൾ തന്നെ 4 കടയോളം പോയായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം നന്നായിട്ട് കായ്ച്ച് കൊല കുത്തി കിടക്കുമ്പോഴേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സങ്കടം വരുമല്ലോ. എന്നാലും ബാക്കിയുള്ളതുണ്ടല്ലോ എന്ന് കരുതി ഞാനങ്ങ് ഇതാക്കിയില്ല. പക്ഷേ വീണ്ടും ഇപ്പം ഇത് ഒത്തിരി കായ്ച്ചിട്ടൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ പഴുത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പലരോടും അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് റീസണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ റീസണൊക്കെ പരിഹരിച്ച് നമുക്കൊന്ന് നന്നായിട്ട് നമുക്കൊന്നുകൂടെ നമ്മുടെ പച്ചക്കറി തോട്ടം ഒന്ന് റെഡിയാക്കി എടുക്കും. അതിൽ കായുണ്ട്, എന്നാലും ഇതും കൊണ്ട് ഇനി നമുക്ക് ഒത്തിരി ഫലമൊന്നും കിട്ടുക. പഴുത്ത് തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ അതങ്ങ് ഇലയും കൊഴിഞ്ഞ് ഫുള്ള് വാടിപ്പോകും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ കായൊക്കെ ഉള്ളതൊന്ന് പറിച്ച് മാറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് പറിച്ച് കളയും. അരയ്ക്കുമ്പോൾ വിഷമം തോന്നും. എന്തോരം കഷ്ടപ്പെട്ട് കമ്പും കുത്തി വലയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കിയതാണ്. നമ്മുടെ നിത്യവഴുതനയൊക്കെ ഇതൊക്കെ കിടക്കുന്നുണ്ടോ. നിത്യവഴുതനയൊക്കെ ഉണ്ടാക്കി കിടക്കണുണ്ടോ. അതിന് വലിയ വിഷയം വന്നിട്ടില്ല, അതുകൊണ്ട് അത് ഞാൻ പറയണില്ല. പയറിൻ്റെ കടയൊക്കെ വലിച്ചു പറിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൻ്റെ ചുവടൊക്കെ എല്ലാം ഒന്ന് നിരത്തി മണ്ണൊക്കെ ഒന്ന് ഇളക്കണം. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ മണ്ണിൽ കെടുവളം കൂടി വരുന്നതിൻ്റെയാണ് ഇങ്ങനെയൊരു വിഷയം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കെടുവളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ pH എന്നൊക്കെ പറയില്ലേ, മണ്ണിൻ്റെ pH, അതാണെന്ന് ഞാൻ അനുമാനിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ മണ്ണിലെ മേൽമണ്ണും ജൈവാംശങ്ങളും അതോടൊപ്പം ധാതുക്കളും അതോടൊപ്പം തന്നെ മേൽമണ്ണിലെ സൂക്ഷ്മാണുക്കളും കൂടെ ഒലിച്ചു പോവുക ചെയ്യണേ. അപ്പോൾ അങ്ങനെ നല്ല സൂക്ഷ്മാണുക്കൾ ഒലിച്ചു പോകുമ്പോൾ ഉപദ്രവകാരികളായ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മണ്ണിൽ ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെ ഉപദ്രവകാരികളായ സൂക്ഷ്മാണുക്കൾ ഉള്ളപ്പോൾ നമ്മൾ ഓരോ പച്ചക്കറി അങ്ങനെ ഓരോ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അവയ്ക്ക് വേരിന് ചീച്ചൽ, വാട്ടം, അതുപോലെ തന്നെ നല്ല എനർജറ്റിക്കായിട്ട് വളർന്നു വരാൻ പറ്റാത്ത അവസ്ഥ, വളം വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെ ഓരോ രോഗങ്ങൾ സംഭവിക്കുന്നത്. അതാണ് എൻ്റെ തോട്ടത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇങ്ങനെയൊരു വിഷയം എനിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും കാണുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു അറിവിലേക്കാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്നെപ്പോലെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ ചെറുതായിട്ട് നടന്ന വീട്ടുമാമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി കേട്ടോ. ഇനി നിലം ഒന്ന് നിരത്തി ഒരുക്കിയെടുത്തിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അത് നിലമൊക്കെ ഒന്ന് ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി വിതറാൻ പോകുന്നത് കുമ്മായ കേട്ടോ. ഇത് നമുക്ക് കക്ക നീട്ടിയെടുത്ത് കുമ്മായ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കക്ക നീട്ടിയതല്ല, പൊടി ഇങ്ങനെ തന്നെ കുമ്മായമായിട്ട് വാങ്ങിക്കും. ഇത് ഉണ്ടോ, ഇതിനി ഇങ്ങനെ മണ്ണുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
മണ്ണിൻ്റെ അമ്ലാംശം പോകുന്നതിനും നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ അമ്ലഗുണമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ എന്തോരം വളം ഇട്ടാലും അത് എടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുമ്മായി ഇട്ട് കൊടുത്ത ആ പുളിരുചി എന്ന് പറയില്ലേ, അത് തന്നെ നമ്മുടെ മണ്ണിൻ്റെ പുളിരസമൊക്കെ പോയി അന്നേരം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. വളങ്ങളൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. നന്നായിട്ട് ചെടികൾ വളരുകയും ചെയ്യും, പുഷ്പിക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിലം ഒരുക്കി ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ എന്താ നടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൃഷി ഇറക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാകോ ഇഷ്ടമാകോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.